വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് കുറേ നാളായി പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാൻ ഞങ്ങൾ ഇന്ന് മന്തി കഴിക്കാൻ പോവാ. നമ്മുടെ ഇത് ക്ലാസ് ഉണ്ട് നമുക്ക്. അപ്പൊ സ്ട്രൈക്കാണ്. അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്തു സ്ട്രൈക്ക് ഞങ്ങളെന്തായാലും ഉറപ്പിച്ചു. ക്ലാസ് ഉണ്ടെന്നും പറയുന്നുണ്ട്, അറിയില്ല. പക്ഷെ മന്തി കഴിക്കാൻ പ്ലാൻ ഇട്ടു. ഞങ്ങളെന്തായാലും സ്ട്രൈക്ക് ഉണ്ടാവും ഞങ്ങളുടെ ഒരു ഗുഡ് ഫീലിംഗ് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളിപ്പോ പുറപ്പെടാൻ വന്നില്ല. എന്താ ഒഫീഷ്യലായിട്ട് കോളേജ് ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളുടെ ഒരു ഗോവൻ ബ്ലോഗിൽ സിനോ ചേട്ടനെ കാണില്ല നമ്മൾ പറയുന്നുണ്ട്. അതിലെ സിനോ ചേട്ടനാണ്. അപ്പൊ ഇതുവരെ ഒന്നും ആയില്ല. 2 പീരീഡ് കഴിഞ്ഞു. ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് മന്തിയാന്ന് അറിഞ്ഞുകൊണ്ട് ഭയങ്കര വിശപ്പ്. അല്ലാണ്ടുള്ള വിശപ്പല്ല, ഇത് കൊതി കൊണ്ടുള്ള വിശപ്പ്. ഒന്നുമില്ല, കാരണം ആശാമിസ് പറഞ്ഞ ക്ലാസ് ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഇവിടെ കയറിയിരിക്കണം. അയ്യോ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു മന്തി കഴിക്കാൻ ഞങ്ങളുടെ വയറിനെ ഞങ്ങളത് മന്തിയാ നിങ്ങൾക്ക് ഞങ്ങള് ഇന്നലെ അത് തീരുമാനിച്ച പോലെയായിരുന്നു ഞങ്ങളുടെ ഉള്ളിലൊരിത്. കാരണം ഞങ്ങൾ ലഞ്ച് എടുത്തിട്ടില്ല. ഇന്നലെ ഞങ്ങൾക്ക് രാത്രി തോന്നി ഞങ്ങൾ ഇന്ന് എവിടെയെങ്കിലും ഒക്കെ കഴിക്കാൻ പോവായിരിക്കും എന്ന് തോന്നി. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ആരും ലഞ്ച് എടുത്തില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ പ്രിപ്പയർഡ് ആയി വന്നിട്ട് ഇനിയിപ്പോ സ്ട്രൈക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊരു വിഷമായിരിക്കും. നല്ല വിഷമില്ലേ? ഞങ്ങൾ ശരിക്കും ഇപ്പൊ മന്തി കഴിക്കാൻ പോവാന്നുള്ള രീതിയിലാണ് വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ ഈ വ്ളോഗ് എങ്ങനെയാവുന്ന ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് ഇവിടെ ചോറ് കഴിക്കണത് കാണിച്ചു. അത് മാത്രം കാണിച്ചത് അവസാനിപ്പിക്കേണ്ടി ചോറുമില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും പുറത്ത് പോയി കഴിക്കും. അപ്പൊ അത് കാണിച്ചു തരാലോ. എല്ലാവരും ബാഗ് ഇട്ട് ഞങ്ങളൊക്കെ ബാഗ് ഇട്ടത്. ഏഞ്ചൽ നമ്മുടെ ഫാനാ ഗൈസ്. കമന്റ് ഒക്കെ ഇടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ബൈ ബൈ. സബ്സ്ക്രൈബേഴ്സ് വന്ന് അക്കൗണ്ട് എങ്ങനെയുണ്ട്? ഇവരുടെ അക്കൗണ്ട് നല്ല രീതിയിലാവട്ടെ, കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത്രയും നല്ല വ്ളോഗുകളാണ് ഇടുന്നത്. ഞങ്ങളുടെ ഒരു ഫാനാണ് ഇപ്പൊ പോയത്. കോളേജ് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും വന്നിങ്ങനെ, അതുകൊണ്ട് വളരെ കുറച്ച് പേര് ഞങ്ങളുടെ കോളേജിൽ വിടും. പിന്നെ ഞങ്ങൾക്ക് മന്തി കഴിക്കുന്നത് വെള്ളിയാഴ്ച തൊട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങോട്ടേ മന്തി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇപ്പൊ അത് എല്ലാവർക്കും പോകണമെന്നാണ്. പക്ഷെ എന്തോ ഒഫീഷ്യലായിട്ട് സ്ട്രൈക്ക് ആണോ അല്ലയോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഡൻസ് പോകില്ല. അതാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്, ബാഗൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളെ. ഓക്കെ, സ്ട്രൈക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതെ അതെ, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾക്ക് SD കാർഡൊന്നുമില്ല. എനിക്കും ഇവൾക്കുണ്ട് SD കാർഡ്. എനിക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്, ഈ പെണ്ണൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തേക്കുള്ള SD കാർഡ് ഉണ്ട്. ചാലക്കുടിക്കുള്ള SD കാർഡ് ഞങ്ങൾക്ക് എന്തിനാ? അപ്പൊ കോളേജിൽ തീരുമാനമായിട്ടില്ല സമരം എങ്ങനെയാണെന്നുള്ളത്. ഒഫീഷ്യലി വന്നിട്ടില്ല. പക്ഷെ മന്തി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. 12 മണി വരെ ഞങ്ങൾ നോക്കി നിന്നു. പക്ഷെ ഞങ്ങൾക്ക് വിഷമു. അപ്പൊ പിന്നെ ഇറങ്ങാന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരു ബസ് പോയി, ജസ്റ്റ് ഒരു ബസ് പോയി. ഇനിയിപ്പോ അടുത്ത ബസ് കിട്ടിയിട്ട് എവിടെയാ നമ്മൾ പോണേ? ഏത് മന്തി കടയിലാ? രഞ്ജു ഒരു പയ്യനെ പറ്റിച്ചു ഗൈസ്. ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ അവനെ വിളിച്ചു. ഇനി ഞങ്ങൾ ബസ് കയറാൻ പോവാ. എപ്പോഴാണ് ബസ് ഉണ്ടാവാ ഗൈസ്? റിയനെ അധികം കാണാറില്ലല്ലോ. സ്ക്രീൻ സ്പേസ് കുറവാണ് റിയ. ബിഗ് ബോസ്. അപ്പൊ നമ്മൾ സ്റ്റോപ്പിലെത്തി. ഗായു നവനീത ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കാണിച്ചു തരാം ഗൈസ് അവരെയും കൂടെ. ഗായു മന്തി കഴിക്കാൻ പോവാണ്. എല്ലാരും ഗായുവിന്റെ അച്ഛനും അമ്മയും ഇത് കാണാണെങ്കിൽ ഗായു മന്തി ഏത് മന്തി കഴിക്കാൻ പോണേ? ശരി ഗൈസ്, ഏത് വേണമെങ്കിലും കഴിക്കാം. ശരി, ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഞങ്ങളിപ്പോ ഇവിടെ എത്തിയേക്കുന്നത് തക്കാശി
ഷാസി മന്തിയിൽ എത്തിയേക്കണം. ഞങ്ങൾ ആദ്യം ഇതിൻ്റെ അപ്പുറത്തുള്ള കടയിൽ കയറി, പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഇഷ്ടയില്ല. അതെ, അവരാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ പറയുന്നത് അവിടെ കൊണ്ടുപോയി, മേളിൽ പോകുമ്പോൾ പറയുന്നത് താഴെ വരെ. എല്ലാവർക്കും ഇരിക്കാനുള്ളത്. ഞങ്ങൾ വിളിച്ചു എന്നാൽ പിന്നെ ഇപ്പുറം വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട് ഇവിടെ, കൊള്ളാം. പിന്നെ നവനീതയും കായും വരാനുണ്ട്. ഞങ്ങൾ ആദ്യം എത്തി. ഞങ്ങൾ ഏതൊക്കെയുണ്ട് അങ്ങനെ ഡെഡിക്കേഷൻ. സൂപ്പ് ഉണ്ടല്ലേ, അറിയ പറയണു ഇവിടെ സൂപ്പ് ആദ്യം കിട്ടും. നമ്മൾ അറിയില്ല പോയപ്പോ സൂപ്പ് കിട്ടിയിരുന്നു, പക്ഷെ അപ്പുറത്തെ സൂപ്പില്ല, മന്തി മനസ്സില്ല. പിന്നെ ഞങ്ങളുടെ കോളേജ് തീരാൻ പോവാണ്. അതെ, കുറച്ച് തികച്ചൊരു 2 ആഴ്ച ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങളപ്പോ അതുകൊണ്ട് മാക്സിമം വിചാരിച്ചു ഇനി കിട്ടണ അവസരമൊക്കെ കഴിക്കുക, വ്ലോഗ് എടുക്കുക. അത് ഞങ്ങളുടെ വ്ലോഗിന്റെ ഒരു എൻഡിലേക്ക് വരാണ്. അതെ, നിങ്ങൾക്ക് ഇനിയും ഞങ്ങളെ ഇത് തന്നെ വ്ലോഗ് കാണണം എന്നുണ്ടെങ്കിൽ LLB കഴിയുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ വ്ലോഗേഴ്സ് ആവാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഞങ്ങൾ സ്ഥിരം ടൈം വ്ലോഗേഴ്സ് ആവും. അതെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതോടുകൂടി ഇല്ല നല്ല ഇടയ്ക്കൊക്കെ ഞങ്ങൾ മീറ്റപ്പ് ചെയ്യുമ്പോഴൊക്കെ വ്ലോഗ് കൊടുക്കും. അല്ല, നിങ്ങൾക്ക് ഞങ്ങളെ കാണണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ പറഞ്ഞോളൂ. നിങ്ങൾ പറയണം, നിങ്ങൾ കമന്റ് ചെയ്യണം. ഞങ്ങൾ ഇനി വീഡിയോസ് നിങ്ങൾക്ക് ഞങ്ങളെ മിസ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. ഞങ്ങൾ എന്ത് ചെയ്യും, ഇതൊരു ശരിക്കും LLB സൈഡൊക്കെ ഇട്ട് ഇതിന് ഞങ്ങൾ കൂടുതൽ അതെ ഇത് മെയിൻ കാര്യം. ഒരുപാട് ഇപ്പൊ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെയൊക്കെയല്ലേ വലിയ വലിയ യൂട്യൂബേഴ്സ് വലിയ വലിയ ആളുകളാണ്. ഇനിയിപ്പൊ കുറച്ചും കൂടെ ഒന്നും കൂടെ പിന്നെ പ്രൊഫഷണൽ ആകുമ്പോൾ ഞങ്ങൾ ഈ ഫോണൊക്കെ മാറ്റിയിട്ട് വേറെ സിസ്റ്റം ഒക്കെ മാറ്റും, വരെ മൈക്ക് മേടിക്കും, അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത്. പിന്നെ നമ്മുടെ ഓണം വ്ലോഗ്, ഗൈസ് ഓണം വ്ലോഗും ഡാൻസിന്റെ കാര്യം ഒന്നും പറയാതിരിക്കണം നല്ലത്. ഞങ്ങളുടെ തുലി ബാക്കിയുള്ളത് ഭാഗ്യം, അതുപോലെ നാണം കിട്ടും ഗൈസ്. പിന്നെ വ്ലോഗ് അതുകൊണ്ട് എടുക്കാം. ആ ഡാൻസ് വീഡിയോ പോലും നമ്മുടെ കയ്യിലില്ല. അതെ, അങ്ങനെ പെട്ടെന്ന് ഹറിബരിയായിട്ട് ഞങ്ങൾ ഡാൻസ് ആരും പഠിച്ചിട്ടുണ്ടായില്ല. ഡാൻസ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ തന്നെ തീരുമാനമായി. എന്റെ പേര് വേറൊരാളായിരുന്നു, ഞാൻ നോക്കിയപ്പോൾ വേറൊരാൾ എനിക്ക് പേര് കിട്ടി. പിന്നെ ഞാൻ അങ്ങനെ കളിച്ചോടെ നിന്ന്. അതുപോലൊരു അവസ്ഥ എനിക്ക് മാളുവിനെ കിട്ടിയത് അവസാനം. കൈലാസായിരുന്നു എന്റെ പേര്. അല്ലല്ല, രഞ്ജു ആയിരുന്നു പേരാവാൻ. ശരിക്കും കപ്പിൾ ഡാൻസ് കളിക്കാന്ന് തീരുമാനിച്ചു, അന്നത്തെ പോലെ വീഡിയോ ഇറക്കാന്ന്. പക്ഷെ ആരും കോപ്പറേറ്റ് ചെയ്തില്ല. ലാസ്റ്റ് ആയപ്പോ പക്ഷെ എല്ലാരും കോപ്പറേറ്റ് ചെയ്തു. അപ്പൊ പഠിക്കാനും സമയം കിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ശരി ഗേൾസ് മാത്രം പേരായിട്ട് കളിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഇവിടെ പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ശരിക്കും സ്റ്റേജിൽ കളിച്ചപ്പോ ഇവിടെ ഇവിടെ കണ്ടില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയപ്പോ കുറച്ചു കഴിയുമ്പോ മാള് വന്നു. ഞങ്ങളുടെ പാട്ടുണ്ടായിരുന്നു ഗൈസ്, അതിന്റെ ഒരു കുഞ്ഞു ഷോർട്സ് ഞങ്ങളുടെ ഫുൾ വീഡിയോ ഇല്ല. അത് ഏതോ ഒരു ജൂനിയർ കൊച്ച് എടുത്ത വീഡിയോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞെത്തിയതാ. ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ഞങ്ങളെ TV ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റും. അതും ഫോളോ ചെയ്തോളൂ. ഇനി ഞങ്ങള് മന്തി അവര് വന്നിട്ട് ബാക്കി കാണിക്കാം. മന്തി വരുമ്പോ ഇനി ബാക്കി സംസാരിക്കാം. ഇത് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്ന ആളെ നോക്ക്. ഏത് മന്തിയാ? പേര് പോലെ അവൾക്ക് പറയാനറിയില്ല മന്തിയുടെ. നവനീതേ വന്നതാ. എക്സൈറ്റഡ് ആണോ കഴിക്കാൻ? ഇവിടത്തെ ആദ്യമായിട്ടാണോ ഇവിടെ? എങ്ങനെയുണ്ട് കുക്കുംബർ? എക്സൈറ്റഡ് ആണോ മന്തി കഴിക്കാൻ? ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ മന്തി കഴിക്കാൻ പോണേ. സത്യമായിട്ട് നമ്മൾ ഇതുവരെ മന്തി കഴിച്ചിട്ടില്ലല്ലോ ഇവിടുന്ന്. നീ കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. ഗൈസ് ഇത് ഇവര് തീർക്കും, അതിന് മുന്നേ ഞാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും കഴിക്കട്ടെ. എന്താ വിനീത? ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഫുഡ് വന്നിട്ട് കാണാം. നമ്മുടെ മന്തി എത്തി. ഭയങ്കര എരിവാ. പിന്നെ എരിവുള്ളതാ മേടിച്ചോട്ടെ. എരി പെരി നിന്നോട് എന്താ പറഞ്ഞത്? എരിപ്പെരി മേടിക്കണ്ടെന്ന് പറഞ്ഞല്ലേ? മാറ്റി തരുമോ? മാറ്റി തരാം. മന്തി കഴിച്ച് ക്ഷീണിച്ചു. ബാക്കി ഇത്രയും ചിക്കൻ പീസോടെ
അത്രയും ചിക്കൻ വേസ്റ്റ് ചെയ്തു. അതല്ല എല്ലോ ഫുള്ള് പീസാ അതെല്ലാം കൊണ്ടുവന്നപ്പോ എന്തൊരു കുഞ്ഞി പീസ് എന്ന് പറഞ്ഞതാ. ഇപ്പൊ എന്താ പറയാനുള്ള ഉറങ്ങ എവിടെ ഇരുന്നിട്ട് എന്റെ പീസ് മാത്രം കുഞ്ഞി പീസ് എന്ന് പറഞ്ഞു വിഷമിച്ച ആളാതെ. ഉറക്കം വരണം ഗൈസ്, ഉറക്കം വരണം, നേരെ നോക്കി പറയേ. ഉറക്കം വരണം. ഇനി ഇവിടെ ഒരാള് ഗൈസ് എങ്ങനെയുണ്ട്? പിന്നെ പ്ലേറ്റ് കാണിക്കാം. ആദ്യം പറയും എങ്ങനെയുണ്ടായി? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. വയറ് നിറഞ്ഞോ? നിറഞ്ഞു. വയറ് നിറഞ്ഞു. ഞങ്ങളുടെ ഇത് കഴിക്കലുണ്ട്. എന്ത് കരഞ്ഞൊക്കെ പോലെ ഇരിക്കണ കണ്ണൊക്കെ? കരഞ്ഞൊന്നുമില്ല എനിക്ക്, പക്ഷേ ഇതിനേക്കാൾ ഇഷ്ടമായി പെരി പെരി. പെരി പെരിയാണ് നല്ലത് മന്തി, ഞാൻ കഴിച്ചതില്ല. ഇനി ഗൈസ് പ്ലേറ്റ് കാണാം. ഒരു പീസ് അങ്ങനെ തന്നെടാ, അപ്പുറം തിരിച്ച്. റിയ കഴിച്ചു. എന്റേതില് അതെ ഞാനും കഴിച്ചു. ഇത്തിരി ചോറാണ് കഴിച്ചത്. എത്ര ചോറ്? ഗായുവിന്റെ മന്തി എക്സ്പീരിയൻസ് പുറത്തിറങ്ങിയിട്ടാണോ പറയണല്ലേ ഇവിടെ നിന്ന് പറയണോ? പുറത്തിറങ്ങിയിട്ട് പറയാം. ആ, ഗായുവിന്റെ മന്തി എക്സ്പീരിയൻസ് പുറത്തിറങ്ങിയിട്ട് പറയും. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. മന്തിയുടെ റിവ്യൂ ഗായു പറയും. പറയും ഗായു. സൂപ്പർ ആയിരുന്നു, നല്ല ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടു. മയോണൈസിൽ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു തോന്നി. ടൊമാറ്റോ അതിനോ? അത് നല്ലതായിരുന്നു. ഏതാ ഏറ്റവും ഇഷ്ടമായ? ടൊമാറ്റോ ടൊമാറ്റോ അത് വെജിറ്റേറിയൻസ് അല്ലേ, അപ്പൊ അതല്ലേ കൂടുതൽ ഇഷ്ടമാവാ. പക്ഷെ ഫസ്റ്റ് ടൈം മന്തി സൂപ്പർ ആയിരുന്നു. ഗൈസ് നല്ല അഭിനയം, എല്ലാവർക്കും ഇഷ്ടമായിട്ടാവും വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കരഞ്ഞു കുട്ടി അവിടെ ഇരുന്ന്. പക്ഷെ ഇവള് പിന്നെയും കഴിച്ചു. ഇവള് മന്തി കഴിക്കണം എന്ന് പറഞ്ഞ് ചെവിക്ക് സ്വൈര്യം തരാതെ മന്തി കഴിക്കാൻ വന്നതാണ്. എന്നിട്ടോ ലാസ്റ്റ് പൊസിഷനിൽ വരും. ചിഞ്ചി ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞതെല്ലാം സത്യമാണ്. ഒരു ഹോട്ടലിൽ കയറി എല്ലാം ഓർഡർ ചെയ്യും, പക്ഷെ എല്ലാം വേസ്റ്റ് ആക്കും. അത് ഗൈസ് എരിച്ചിട്ടാണ്. ആരെ എരിച്ചു? റിയ പറയും എങ്ങനെയുണ്ടായിരുന്നു? എനിക്കിഷ്ടായി, ഞാനും കഴിച്ചു. പക്ഷെ ഇവളുടെ കൂടെ ആരൊക്കെ പോണ്ടോ ഇനി തൊട്ട് ഇവക്ക് കടയിൽ കയറി അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. പക്ഷെ ഇവള് ബെറ്ററാ. അതാ ഇന്ന് എനിക്കെന്തോ എന്തെങ്കിലും ഒരു കള്ളത്തരം പറയില്ലേ? അല്ല ഇന്ന് ഞാൻ കഴിച്ച അത്യാവശ്യം കഴിച്ചപ്പോ ഞാൻ ഉദ്ദേശിച്ച ചിക്കൻ ആയിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ചിക്കൻ കിട്ടും. ഇവൾക്ക് എന്താ ഉദ്ദേശിക്കണെന്ന് ഇവൾക്കും അറിയില്ല. എനിക്കറിയാം. ഞങ്ങളപ്പോ വിചാരിച്ചു ഇവളുടെ കൂടെ ഒരു വട്ടം അതൊന്നും നോക്കെ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവും. ഇനി നമ്മൾ ഫുഡ് കഴിച്ചു, ഇനി വീട്ടിൽ പോവാണ്. ഇനി എല്ലാരും ചാലക്കുടിയിൽ വന്ന എല്ലാരും ഇവിടെ വന്നോളൂ. തക്കാശി മന്തി ഞങ്ങളുടെ പേര് പറഞ്ഞ ഇവിടെ ഓഫർ ഉണ്ടാവും. എത്രയാ? 10% ഓഫ് ഉണ്ട്. ഗുളുഗുളു 001 10 ആയിരുന്നു കൂപ്പൺ കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ ഉണ്ടാവും. അപ്പൊ എല്ലാരും വരിക, കഴിക്കുക, എൻജോയ് പോവാ. ഇനി ഞങ്ങൾ നേരെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പതുക്കെ നടക്കും, എന്നിട്ട് പിന്നെ വീട്ടിൽ പോകും. നാളെ ഞങ്ങൾക്ക് കോമ്പറ്റീഷനിലോ എക്സാം ഉണ്ട്, പിന്നെ റെക്കോർഡ് കുറെ എഴുതാനുണ്ട്. അങ്ങനെ അപ്പൊ ശരി ഗൈസ്, ബൈ.